കൂട്ടുകാർക്ക് ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടോടെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലൻ പോയി കഴിഞ്ഞ ഉടനെ ഗോമതി ബാലിനെ വിളിക്കുകയാണ്. ബാലൻ എങ്ങോട്ട് പോയെന്ന് പോലും കണ്ടില്ല, അതുകൊണ്ടാണ് ഗോമതി വിളിക്കുന്നത്. പിന്നീട് ബാലൻ ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്താ ഗോമതി, ഞാൻ പുറത്ത് വരുമെന്ന് വന്ന ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു അറിയാം. അതെന്താ ബാലേട്ടാ, ഒന്ന് പറഞ്ഞിട്ട് പോകണ്ടായിരുന്നൊക്കെ ചോദിക്കുക. അത് പിന്നെ പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നു എന്നൊക്കെ പറയാണ്. പിന്നീട് ഗോമതി വെച്ച് നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുക. ഒന്നുമില്ല എന്ന് പറയാണ്. അല്ല, ബാലേട്ടൻ മുമ്പേ പറഞ്ഞൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണോ? എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാണ്. അതിനെന്താ വിശ്വസിച്ചാല്, ഞാൻ പറഞ്ഞ നിനക്ക് വിശ്വാസം വരുന്നില്ലേ നിൽക്കും. ഇപ്പൊ എനിക്ക് വിശ്വാസം വന്നു. എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം ആര്യന്റെയും മിത്രയുടെയും ഒക്കെ പേരിൽ പൈസ ഇടുകയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അങ്ങോട്ടൊരു അങ്ങനെയൊക്കെ പറയുകയാണ് ഗോമതി. ഈ സമയത്ത് ബാലൻ പറഞ്ഞു, അതെ നീ അതേക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടെന്ന് പറയാണ്. അല്ല ഗോമു, നീ ഒരു പാട്ട് പാടിയില്ലായിരുന്നോ? ആ പാട്ടിൽ രണ്ടുപേരും ഒന്ന് മൂളാവെന്ന് ചോദിക്കുകയാണ്. അല്ല ഇതെന്താ പാരാട്ടെ ഇപ്പം? അതെ ചുമ്മാ എനിക്ക് അങ്ങോട്ട് തോന്നിയെന്ന് പറയണേ. അല്ല വേണ്ട, ഞാൻ അങ്ങോട്ട് പാടാന്ന് പറഞ്ഞ് വീണ്ടും ബാലൻ അങ്ങോട്ട് പാടുവാണ്. ഈ ബാലേട്ടന് ഇത് എന്തു പറ്റി? എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ കോള് കട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ബാലൻ പറഞ്ഞു, അതെ ഉമ്മ എന്ന് പറയണ ഒരു ഉമ്മ കൊടുക്കുകയാണ് ഫോണിൽ കൂടെ. ഗോമതി ഒന്നും ഞെട്ടിപ്പോയി. എന്റെ ഈശ്വരന്മാരെ, ഇത് എന്ത് പറ്റി? ഇങ്ങനെ സമനില തെറ്റിയെന്ന് പോലും ചിന്തിക്കുകയാണ്. ആ സമയത്ത് ബാലൻ പറഞ്ഞു, എന്താ ഗോമതി നിൽക്കുകയാണ്. പെട്ടെന്ന് ഗോമതിക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല. ബാലൻ അപ്പത്തേനും കോള് കട്ട് ചെയ്യുകയും ചെയ്തു. ഈ സമയത്ത് ഗോമതി എടുത്തു, ബാലേട്ടൻ തനിക്ക് ഉമ്മ വന്നു, എന്നിട്ട് താൻ തിരിച്ചു കൊടുത്തില്ലോ. അപ്പൊ ഗോമതിക്ക് ടെൻഷൻ. വീണ്ടും ഗോമതി എന്ത് ചെയ്യണം, ബാലനെ വിളിക്കുകയാണ്. ബാലനെ വിളിച്ചിട്ട് പറഞ്ഞത്, ബാലേട്ട മുമ്പേ ബാലേട്ടൻ എൻ്റെ കൂട്ടം തന്നില്ലേ, അത് തിരിച്ചു തരാന്ന് പറഞ്ഞ് ഗോമതി തിരിച്ചൊരു ഉമ്മ കൊടുക്കുകയാണ്. അപ്പം ബാലൻ തിരിച്ചൊരു ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു, അതെ എൻ്റെ 100 ഉമ്മ എന്ന് പറയണേ. തിരിച്ച് ഗോമതി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എൻ്റെ 1000 ഉമ്മ. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ട് ഉമ്മ കൊടുത്ത് കളിക്കുകയാണ് ഫോണിൽ കൂടെ. കുറച്ച് കഴിഞ്ഞിട്ട് ശരിയെന്ന് പറഞ്ഞിട്ട് ബാലങ്ങൾ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി ആലോചിച്ചു, ദൈവമേ ബാലേട്ടൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ. കുറച്ച് നാളായിട്ട് ഇങ്ങനെയൊന്നും ഈ സ്വഭാവം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് എന്തൊരു മാറ്റം. ഇനിയിപ്പം തനിക്കെന്തെങ്കിലും തോന്നുന്നാണോ? എന്തോ ഒരു കാര്യമുണ്ട് എന്നൊരു ചിന്തയൊക്കെ ഗോമതിന് മനസ്സിലുണ്ടാകുന്നുണ്ട്. എന്തേലും ആട്ടെ എന്നൊക്കെ ഓർത്തിട്ട് ഗോമതി പിന്നെ കൂടുതലും ചിന്തിക്കാൻ പോയില്ല. പിന്നീട് ആനന്ദ് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോഴേക്കാണ് ബാലനെ അങ്ങോട്ടേക്ക് വരുന്നത്. ബാലനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തെ ആനന്ദ് ചോദിച്ചു, അല്ല അച്ഛനിത് എന്താ ഇത്, എന്നെ എന്തേ കാണണമെന്ന് പറഞ്ഞ എന്നൊക്കെ ചോദിക്കണം. അച്ഛനെന്തേലും കുഴപ്പമുണ്ടോ, അച്ഛന് നടുവിന് വേദനയുണ്ടോ എന്നൊക്കെ ചോദിക്കണം. ഇത് കേട്ട ബാലൻ പറഞ്ഞു, അങ്ങനെ ഒന്നില്ലട മോനെ എന്ന് പറയണേ. പിന്നെന്താ വെച്ചാൽ കുഴപ്പം, അച്ഛനെന്താ കടയിൽ പോയിരുന്നേ, അച്ഛന് വേദന കുറവില്ലാത്തതുകൊണ്ടാണെന്നൊക്കെ ചോദിക്കുക. അതൊന്നും കുഴപ്പമില്ല, എനിക്കിപ്പോൾ വേദനയൊക്കെ നല്ല കുറവുണ്ടെന്ന് പറയാണ്. അല്ല കാണണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഉണ്ടെന്ന് പറഞ്ഞില്ല. അത് പിന്നെ വേറൊന്നും ഇല്ലടാ, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാന്ന് പറയണം. പറയാൻ വേണ്ടിയോ? അതെ എനിക്കൊരു കാര്യം അറിയാനുണ്ടെന്ന് പറയണം. പെട്ടെന്ന് ആനന്ദ് ചോദിച്ചു, എന്താ അച്ഛാ, എന്താണെങ്കിലും അച്ഛൻ എന്നോട് പറ എന്ന് പറയണം. ഈ സമയം ബാലൻ പറഞ്ഞു, അതെ നമ്മുടെ കടയിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങി കൊടുത്ത് മുങ്ങിയിട്ടുണ്ടായിരുന്നു. അവനെക്കുറിച്ചൊരു വിവരമില്ല. അവനെ നീ കണ്ട അറിയുമോ എന്നൊക്കെ ചോദിക്കുക എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചതെന്ന് പറയണം. അതാരാച്ചാ എന്നൊക്കെ ചോദിക്കണം. അപ്പത്തേനും മൊബൈലിനകത്തൊരു ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ്. അതും ഇതിൻ്റെ ഫോട്ടോ ആയിരുന്നു. ഇവനോ, ഇതേതാ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ ആനന്ദ് നോക്കണം. അല്ല നിനക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കണം. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അതെന്താ, ഇവന് വല്ല ആശുപത്രിയിലാണോ എന്ന് ചോദിക്കാം. ബാലൻ പറഞ്ഞു, അതൊക്കെ മരട്ടെ, അറിയൂല്ലോ എന്ന് പറയണം. അയ്യോ അച്ഛൻ ഞാൻ ഇവിടെ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് പറയണം. എവിടെയോ കണ്ടിട്ടുണ്ടെന്നോ? എന്നാൽ നീ ശരിക്കും ഒന്നുകൂടെ ഒന്ന് ആലോചിക്കാൻ പറയാണ്. അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, എനിക്കറിയാം അച്ഛാന്ന് പറയാം. എവിടെ? അതെ മിത്രയുടെ കല്യാണത്തിന് സമയത്ത് കൃഷ്ണമംഗലത്തിൻ്റെ അവിടെ വെച്ച് ഞാൻ കണ്ടായിരുന്നു ഇവനെ. ഇവൻ അങ്ങോട്ടേക്ക് പോകാതെ നമ്മുടെ വഴിയിൽ നിന്ന് ഇപ്പം ഞാൻ ഇവനോട് ചോദ്യം ചെയ്തു. അതിൻ്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ ചില തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി, വഴക്ക് വരെ ഉണ്ടായതാന്ന് പറയണം. ഓഹോ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അച്ഛാ ഇവനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിലേ നമുക്കൊരു കാര്യം ചെയ്യാം. മിത്രയോടൊക്കെ ചോദിച്ചപ്പോൾ അതെ അപ്പം അറിയാലോ. ഒരുപക്ഷെ കൃഷ്ണമംഗലക്കാരുടെ വീട്ടിൽ വന്നാണെങ്കിൽ ഇവനെ കണ്ടുകഴിയുമ്പോൾ മിത്രയ്ക്ക് ആരിനൊക്കെ അറിയായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിക്കാന്ന് പറയണേ. ഇപ്പം തന്നെ ചോദിക്കാന്ന് പറയണേ. വേണ്ട ഇപ്പം തൽക്കാലത്തേക്ക് ആരോടും ഒന്നും പറയാൻ പോകണ്ടെന്ന് പറയാം. അതെന്താ? വേണ്ട അത് ശരിയാകത്തില്ല. പിന്നെ ഇവൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ച കാര്യമൊന്നും ആരോടും പറയണ്ടെന്ന് പറയണേ. ആനന്ദിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാച്ചാന്ന് ചോദിക്കണേ. കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആനന്ദിനോട് പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയത്ത് മിത്ര കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുമായിരുന്നു. അപ്പോഴേക്കും ആ കുട്ടികളുടെ അമ്മ വന്നിട്ട് പറഞ്ഞു, അതെ മിത്ര ഒരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം സ്കൂളിലെ ടീച്ചർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ല മാറ്റമുണ്ട് രണ്ടാൾക്കും. രണ്ടാളും നല്ല പോലെ തന്നെ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പഠിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞതെന്ന് പറയണം. ഇത് കേട്ടപ്പം മിത്ര പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ തന്നെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു, അത്രയ്ക്കുള്ള ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേനും അങ്ങോട്ടേക്ക് മീനാക്ഷിയും കൂടെ വരുവാണ്. പിന്നീട്
മീനാക്ഷി വന്നിട്ട് എന്താ മിത്ര എന്നെ കാണണമെന്ന് പറഞ്ഞ് എന്താന്ന് ചോദിക്കുക. ഈ ഒന്നുമില്ല, വെറുതെ എനിക്കിത് ചേച്ചിനെ ഒന്ന് കാണണമെന്ന് തോന്നിയെന്ന് പറയാണ്. അപ്പോഴേക്കും കുട്ടികളുടെ അമ്മ പറഞ്ഞു, അതെ എന്താണെന്നറിയത്തില്ല, ഇന്ന് മിത്ര വന്നപ്പോൾ തൊട്ട് മിത്ര ആകെപ്പാടെ ഒരു ഗ്ലൂമി ആയിരുന്നു, മുഖമൊക്കെ എന്തോ പോലെ ഇരിക്കുന്നു. ഞാൻ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല, ഇനിയിപ്പം മീനാക്ഷി ചോദിച്ചു നോക്കാൻ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മീനാക്ഷി പറഞ്ഞ് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് നിൽക്കുക. എന്ത് പ്രശ്നം, എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങുവാണ്. ആ സമയത്ത് രവീന്ദ്രൻ കടയിലേക്ക് പോകേണ്ട ഒരുങ്ങുവാണ്. അപ്പം ശാന്തി വന്നിട്ട് പറഞ്ഞു, അതെ കടയിലേക്ക് പോണ രവിയേട്ടാ, എന്തിനാ നമ്മളായിട്ട് പോയി ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് ചോദിക്കാം. അതെന്താ ശാന്തി നീ അങ്ങനെ പറഞ്ഞേ? അല്ല, നമ്മൾ കാരണം അവർക്കൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല മീനാക്ഷിക്ക്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ വേണ്ട വിധത്തിൽ ഞാൻ കൈകാര്യം ചെയ്തോളാം, ആ കാര്യം ഓർത്തിട്ടൊന്നും ടെൻഷൻ അടിക്കണ്ടെന്ന് പറയണം. എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാം. ശാന്തി പറഞ്ഞു, എന്തേലൂടെ നമ്മുടെ മനസ്സ് വെച്ചാൽ മതി, നമ്മൾ അതനുസരിച്ച് പിന്നീട് പെരുമാറിയാൽ മതി, അറിയാലോ എന്നൊക്കെ ഇങ്ങനെ ശാന്തിയും പറയാണ്. ആ സമയം രവീന്ദ്രൻ പറഞ്ഞു, ഞാൻ ആ കടയിലേക്ക് ചെല്ലട്ടെ, ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്, ഇനി അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് രവീന്ദ്രൻ കടയിലേക്ക് അങ്ങോട്ട് പോകാൻ തുടങ്ങണേ. ആ സമയത്ത് ബാലന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എങ്ങനെയെങ്കിലും കള്ളത്തരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന മീനാക്ഷിയുടെ മിത്രയുടെ ആരുടെയൊക്കെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കണം എന്നൊക്കെ ഓർത്തിട്ട് ബാലൻ അങ്ങോട്ടേക്ക് പോകുന്നത്. ആ സമയം ഇതൊന്നും അറിയത്തില്ലാതെ മീനാക്ഷിയും മിത്രയും കൂടെ സംസാരിച്ചങ്ങ് നടക്കുവാണ്. അപ്പം മിത്രയോട് മീനാക്ഷി ചോദിച്ചു, എന്താ മിത്ര, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറ, എന്താണെങ്കിലും നമുക്ക് പരിഹരിക്കാമെന്നൊക്കെ പറയണം. അത് പിന്നെ ഒന്നുമില്ലാന്ന് പറയണേ, എന്തോ കാര്യമായിട്ടുണ്ട്, എന്താണെങ്കിലും എന്നോട് പറ എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം മിത്ര പറഞ്ഞു, ഒന്നുമില്ല, പിന്നെ ഓർത്ത് പറയണോ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, പിന്നെ ഓർത്ത് ഒരു സൂചന കൊടുത്തു വെക്കാമെന്ന് കരുതി പറഞ്ഞു. അത് പിന്നെ ചേച്ചി ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് ആ മിഥുനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരു സമാധാനം ഇല്ലെന്ന് പറയണം. എന്ത് സമാധാനക്കേട്? അവനെക്കുറിച്ച് ആലോചിച്ചിട്ട് എന്താ നിനക്ക് സമാധാനക്കേടെന്ന് ചോദിക്കുക. അത് പിന്നെ വേറൊന്നും അല്ല ചേച്ചി, എന്തോ അവനെക്കുറിച്ച് ഓർക്കുമ്പോഴത്തേനും ഒരു പേടി, ഇനി അവൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമോ എന്നൊക്കെ. അതാണോ കാര്യം? അതോർത്ത് നീ പേടിക്കണ്ട, അവനെങ്ങാനും കൺമുന്നും വന്നിട്ടുണ്ടെങ്കിൽ അവനെ നീ ഒരു കാര്യം ചെയ്യുക, തല്ലി കൊന്നേക്കണം, ജയിലിൽ പോയി കടന്നാൽ പിന്നെ ബാക്കി കാര്യം നോക്കിയാൽ പോരെ, അവനെപ്പോലെ ഫ്രോഡ് ഒരു കാരണവശാലും ജീവിച്ചിരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുവാണ്. ഈ സമയം ബാലൻ എന്ത് ചെയ്യുവാണ്, അതിലൂടെ വരുന്നുണ്ട്. ബാലൻ അങ്ങനെ മറഞ്ഞു നിൽക്കുന്ന സമയത്ത്, ബാലൻ വരുന്ന സമയത്താണ് മിത്രയും മീനാക്ഷിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ബാലൻ അവിടെ ഇങ്ങനെ മറിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. മറിഞ്ഞു നിന്നിട്ട് ഇങ്ങനെ നോക്കുവാണ്. ഓഹോ, ഇവരെന്താ പോലും ഇങ്ങനെ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കുമാണ് ആര്യനൊരു ഡെലിവറി കൊടുത്തിട്ട് അതിലൂടെ വരുന്നത്. ആ സമയത്ത് ആര്യനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി, ആഹാ ഇത് കൊള്ളാലോ, ആ ഡെലിവറി കൊടുത്തിട്ട് വരുന്നതാണോ അതോ ഇനി എന്നെ കൊണ്ടുപോവാണോ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ആരും ചോദിച്ചു, അതെന്താ മീനാക്ഷി എടുത്തി അങ്ങനെ ചോദിച്ചേ? അല്ല, ഇനി കൊണ്ടുപോവാണെങ്കിൽ ഞങ്ങൾക്ക് തന്നേക്കാൻ പറയുക ചെയ്തതെന്ന് പറയണം. ഇത് കേട്ട് ഇനിയിപ്പോൾ ആര്യം പറഞ്ഞു, ഞാൻ കൊടുത്തിട്ട് വരുന്ന വഴിയാന്ന് പറയണം. അല്ല, എന്താ രണ്ടുപേരും കൂടെ? ഒന്നുമില്ല, ഞാൻ ആര്യനെക്കുറിച്ച് ഇത്ര പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, ആര്യം ഭയങ്കര നല്ലവനാണ് അങ്ങനെയൊക്കെ പറഞ്ഞു. അത് മാത്രമല്ല വേറൊരു കാര്യം കൂടെ ഉണ്ട്, ആര്യനെ വിശ്വസിക്കാൻ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഗുരുവായൂരിലെ കാര്യത്തെക്കുറിച്ചൊക്കെ ഓർത്തിട്ട്, ആ മിഥുൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ ഓർത്തിട്ട് ഭയങ്കര ടെൻഷനാന്നേ ഈ മിത്രയ്ക്ക്. ഞാൻ അതൊക്കെ ഒന്ന് പറഞ്ഞ് സോൾവ് ചെയ്യായിരുന്നു എന്ന് പറയണം. ആ സമയം ആര്യൻ ഇങ്ങനെ മിത്രയെ നോക്കണം. മിത്ര കണ്ണടച്ച് കാണിച്ച് ഞാൻ വേറൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ. ഈ സമയം ആര്യൻ പറഞ്ഞു, അതൊന്നും ഓർത്ത് ഇവളോട് ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു മടുത്തു എന്നൊക്കെ ഇങ്ങനെ ആര്യനൊരു ഒഴുക്കം മട്ടിൽ അങ്ങോട്ട് പറയാണ്. പിന്നീട് മീനാക്ഷി പറഞ്ഞു, എന്നാൽ ശരി രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോയാട്ടെ എന്ന് പറയണം. അല്ല, ഞാൻ പോകാനോ? വേണ്ട വേണ്ട, മീനാക്ഷി അടുത്തിയുടെ ഒപ്പം ഞാൻ വന്നോളാന്ന് പറയാം. അതൊന്നും വേണ്ട, ആര്യം വന്നതല്ലേ, ആര്യം നിന്നെ കൊണ്ടുപോയിക്കോളും മിത്ര, നീ അങ്ങോട്ട് കയറാനൊക്കെ പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവാ. ആ സമയം ബാലൻ ആലോചിച്ചു, എന്തൊക്കെയോ ഗൂഢാലോചനകളുണ്ടല്ലോ, എന്താന്ന് കണ്ടുപിടിക്കണം, ഇനി ആരെയൊക്കെ കാണുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞു തന്നെ മതിയാവുള്ളൂ, അല്ലാതെ തനിക്ക് രക്ഷയില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. ആ സമയം ആകാശ് ഇങ്ങനെ മനസ്സിൽ കരുതി, അങ്കിൾ വരാനുള്ള സമയമായി, അങ്കിൾ വരണ സമയത്ത് ഈ കടയിൽ നിന്ന് എങ്ങനെയല്ലോ ഒന്ന് മാറി നിൽക്കണം കുറച്ച് സമയത്തേക്ക്, എന്നിട്ട് വന്ന് അങ്കിൾ വന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഈ കടയിലേക്ക് വരുന്നേ. അപ്പോൾ എന്താ ചെയ്യണ്ടേ എന്നൊക്കെ ആലോചിച്ചിരുന്നപ്പോഴത്തേനും ആകാശിൻ്റെ മനസ്സിലൊരു ബുദ്ധി ഉദിച്ചു. പിന്നീട് ആകാശം അങ്ങോട്ടേക്ക് കടയിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നതിനും ശ്രീദേവി ചോദിച്ചു, അല്ല ആകാശ് ഇത് എങ്ങോട്ടാന്ന് ചോദിക്കുക. എനിക്ക് പുറത്ത് വരുന്ന് പോകണമെന്ന് പറയാം. ആരെ കാണാൻ? എനിക്കൊരാളെ കാണാനുണ്ടെന്ന് പറയാം, ഒരു കസ്റ്റമറിനെ കാണാനായിട്ട്. അല്ല എന്താ ശ്രീദേവി ഇവിടുത്തെ കാര്യം ചോദിക്കുകയാണ്. അല്ല ആകാശ് ഇപ്പോൾ പോകേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കും. പോകേണ്ട കാര്യത്തിന് പോകണ്ടേ, എനിക്ക് ആ കസ്റ്റമറെ കാണണമെന്ന് പറയും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എന്തായാലും ആകാശ് ഇപ്പോൾ പോകണ്ട, പിന്നെ പോയാൽ മതി എന്ന് പറയണം. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ശ്രീദേവിടത്തേക്ക് എന്താ കുഴപ്പം? ഞാനൊരു കസ്റ്റമറെ കാണാൻ പോകുന്നതിന് ഏത് കസ്റ്റമറെ എന്ന് പറ, എല്ലാ കസ്റ്റമറെ അറിയാവോ? അല്ല ശ്രീദേവിടത്ത് 2 ദിവസമായിട്ട് വന്നിട്ട് അതുകൊണ്ട് ചോദിച്ചാന്ന് പറയും. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീദേവി പറഞ്ഞു, അതെ കസ്റ്റമറിനെ കുറിച്ചൊക്കെ എനിക്കറിയാം, കുറച്ചു മുമ്പ്
ആകാശ് കാണാൻ പോയ കസ്റ്റമർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ പറഞ്ഞേ? ഇനിയിപ്പോൾ ആകാശ് അങ്ങോട്ട് ചെല്ലണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആകാശ് പറഞ്ഞു, അല്ല അതെങ്ങനെ ശ്രീദേവി അടുത്തേക്ക് അറിയാം? ഞാൻ ഏത് കസ്റ്റമറെയാന്ന്? അല്ല, ആകാശ് വിളിക്കാൻ പോയ കസ്റ്റമറുടെ പേരെനിക്ക് അറിയാമെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആകാശിന് മനസ്സിലായി നമുക്കിട്ടൊരു പണി തരുന്നതെന്നുള്ള കാര്യം. പക്ഷേ എങ്കിൽ ശ്രീദേവിയുടെ എന്താണെന്ന് ചോദിച്ചിട്ട് ശ്രീദേവി ഒന്നും പറയാനായിട്ടും കൂടാക്കിയില്ല. ഈ സമയത്ത് ആകാശ് പറഞ്ഞു, ഞാൻ ഭാർഗവൻ പിള്ളയെ കാണാൻ പോയതെന്ന് പറയണം. അതെ, ആ ഭാർഗവൻ തള്ളെ തന്നെയാണ് വിളിച്ചതെന്ന് ശ്രീദേവിയും പറയണം. അല്ല, പെട്ടെന്ന് ആകാശൊരു ബുദ്ധി. ആകാശ് ചോദിച്ചു, അല്ല ഭാർഗവൻ പിള്ളയാണോ അതോ ഭാർഗവൻ പിള്ളയാണോ വിളിച്ചതെന്ന് ചോദിക്കണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ശ്രീദേവിക്ക് മനസ്സിലായി ആകാശ് പ്രശ്നം ഉണ്ടാക്കുമെന്ന്. എന്നാൽ ആകാശ് ഏതേലും ഭാർഗവൻ പിള്ളയെ കണ്ടിട്ട് പോരെ എന്ന് പറയണം. അങ്ങനെ ആകാശ് അങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ആകാശ് പുറത്തേക്ക് ഇറങ്ങി പോണ സമയത്ത് അവിടേക്ക് രവീന്ദ്രൻ വരുവാണ്. കാരണം ആകാശ് പുറത്ത് പോകുന്ന രവീന്ദ്രൻ നന്നായിട്ടറിയാം. അങ്ങനെ വന്നാലേ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ സമയത്ത് കടയിലേക്ക് കയറി വരണം. അങ്ങനെ രവീന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവിക്ക് മനസ്സിലായി രവീന്ദ്രൻ പ്രശ്നം ഉണ്ടാക്കാനുള്ള വരവാ, എന്തോ പ്രശ്നം ഉണ്ടാക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇത് ശരിക്കും കൈകാര്യം ചെയ്തില്ലെങ്കിൽ ആകെപ്പാടെ കുളമാവുമെന്ന് മനസ്സിലായി. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് രവീന്ദ്രൻ പറഞ്ഞു, അല്ല എന്തിയെ ആകാശ് എന്തിയെന്ന് ചോദിക്കുകയാണ്. ആകാശ് എന്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം അവിടെ ഉണ്ടായിരുന്ന ശ്രീദേവി പറഞ്ഞു, ആകാശ് പുറത്തു പോയതാന്ന് പറയണ. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാമെന്ന് പറയാണ്. ഈ സമയത്ത് ശ്രീദേവി പറഞ്ഞു, അതിനെന്താ വെയിറ്റ് ചെയ്തോ എന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, ഇനി ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കുമല്ലേ വരുവുള്ളൂ, എന്നാൽ ശരി ഞാനിവിടെ ഇരിക്കാന്ന് പറയണം. അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, അതിനെന്താ ഇരിക്കണം, അതെ എന്നും പറഞ്ഞിട്ട് ആ കസാര അത്ര സമയം ശ്രീദേവി ഇരുന്ന കസാര ചൂണ്ടിക്കാണിക്കുകയാണ്. അങ്കിൾ ഇങ്ങോട്ടേക്ക് ഇരുന്നോളാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടിയത് രവീന്ദ്രൻ ഒന്ന് ഞെട്ടുവാണ്. അപ്പോൾ രാമേട്ടനൊക്കെ ഇങ്ങനെ നോക്കുവാണ്, എന്താ ശ്രീദേവി ചെയ്യാൻ പോകുന്നത് മനസ്സിലായില്ല. അതെവിടെ ഇരുന്നോളാനൊക്കെ പറയണം. പിന്നെ അങ്ങനെ ശ്രീദേവി രവീന്ദ്രനെ പിടിച്ച് അവിടെ ഇരുത്തുവാണ്. ഇരുത്തി കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ്റെ സംശയം, ഇവൾക്ക് എന്തോ ദുരുദ്ദേശം ഉണ്ടോ എന്നൊരു സംശയം മനസ്സിലേക്ക് വരുവാണ്. ആ സമയം ശ്രീദേവി അങ്കിളിന് എന്താ കുടിക്കാൻ എടുക്കണ്ടേ, എന്തേലും ജ്യൂസ് എന്തേലും തട്ടേന്ന് ചോദിക്കുക. ഒന്നും വേണ്ടെന്ന് പറയാം. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എന്തേലും കുടിക്കണമെന്നൊക്കെ പറയണം. ആകാശമായിട്ടുള്ള പണിയാണ് കൊടുക്കുന്നത്. ഈ സമയം ആകാശ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് വരുവാണ്. നോക്കിക്കഴിഞ്ഞപ്പോൾ അങ്കിൾ അവിടെ ഇരിക്കുന്നു. അങ്കിളും ജ്യൂസൊക്കെ ശ്രീദേവി എടുത്ത് കുടിക്കാനായിട്ട് കൊടുക്കുന്നു. എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. എന്താണെന്ന് മനസ്സിലായില്ല. പിന്നീട് ആകാശം അങ്ങോട്ട് കയറി വന്നിട്ട് ചോദിച്ചു, എന്താ അവിടെ പ്രശ്നം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പം ശ്രീദേവി പറഞ്ഞു, എന്ത് പ്രശ്നം, ഇവിടെ ഒരു കുഴപ്പമില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആകാശം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അതിങ്ങനെ നിൽക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത്. നന്ദി.